ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഗെറ്റ് റെഡി വിത്ത് മീ. രണ്ടാമതായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ടാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ഞാൻ ഫേസ് ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. പിന്നെ ടോണറാണ് ചെയ്യുന്നത്. ടോണർ ഞാൻ ലാക്ടേ കലാമിൻ്റെ ഒരു ടോണറാണ്, കുക്കുംബർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റും ഫേസിൽ ചെയ്തതിന് ശേഷം, ഫേസിൽ നിന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അത് പിടിക്കാനായിട്ട് സമയം കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോൺസ് മോയ്സ്ചറൈസറാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെനിക്ക് അങ്ങനെ ഏതാണ് സ്യൂട്ടബിൾ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഓരോന്നും എൻ്റെ ഓയിലി സ്കിന്നാണ്, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഞാനാണ് പോൺസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ പോൺസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർബാണ്, പെട്ടെന്ന് അബ്സോർബ് ആകും നമ്മുടെ മുഖത്ത്. പക്ഷെ നമുക്കൊരു ഓയിലി ഫീലൊന്നും കിട്ടത്തില്ല. നല്ല രസമുണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം. അത് കുറച്ച് നേരം നമ്മുടെ മുഖത്തൊന്ന് സെറ്റാകാൻ കുറച്ച് നേരം നമ്മളായിട്ട് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മസ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിരിക്കണം. അത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസിലൊന്ന് നല്ലതായിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ സെക്കൻഡായിട്ട് സൺസ്ക്രീൻ എടുത്തായിരുന്നു. സൺസ്ക്രീൻ ഞാൻ മിനിമലിസ്റ്റിൻ്റെയാണ് എടുത്തത്. മിനിമലിസ്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്തു. അതും കുറച്ച് നേരം മുഖത്ത് നല്ലതായിട്ട് അബ്സോർവ് ആകാൻ വേണ്ടി കുറച്ച് മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഐബ്രോ പെൻസിലെടുത്തു. ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഞാൻ മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ഞാൻ എടുത്തത് ഫോർത്ത് വൺ എടുത്തത് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണിത്. ഇത് ഫേസസ് കാനഡ ചോക്കോ ക്രഷ് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്കാണ്. അത് അടിപൊളിയാണ്. എൻ്റെ മീഡിയം സ്കിൻ ടോണാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട് എൻ്റെ ഫേസിന്. അതും ഒന്ന് ചെയ്ത് ഞാൻ ഇതിനകത്ത് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല ആക്ച്വലി. സോ അതുകൊണ്ട് എനിക്കിത് മതി. ആ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് പൊട്ടാണ്. ഞാനങ്ങനെ അങ്ങനെ വെക്കാറില്ല. വെക്കുവാണെങ്കിൽ തന്നെ നമ്മൾ തീരെ കാണാത്ത ഐറ്റക്സിൻ്റെ പൊട്ടാണ് ഇത്. നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിലുള്ള പൊട്ട് എന്നാൽ തോന്നും, എന്നാൽ പറയും എന്തിനാണ് പിന്നെ എന്നാൽ പൊട്ട് വെക്കുന്നതെന്ന്. പക്ഷെ അത് നമ്മൾ ഇന്ത്യൻ വിമൺ ആണല്ലോ. സോ അതുകൊണ്ട് വെക്കുന്നു. കുർത്തീസൊക്കെ ഇടുമ്പോഴാണ് മെയിനായിട്ട് വെക്കുന്നത്. അങ്ങനെ പൊട്ട് വെച്ചതിന് ശേഷം ഞാൻ പോയി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോയി. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷമുള്ള രൂപമാണ് ഇതായത്. ഞാൻ കുർത്തിയായിട്ട് നിന്ന് പറഞ്ഞില്ലേ, കുർത്തി ഇട്ടു. ഞാൻ കമ്മൽ ഇന്ന് ഇട്ടിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചു. അതിനുശേഷം എൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ വാച്ചും എൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ്. അത് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും റോസ് ഗോൾഡ് ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് ഗോൾഡ് ടൈപ്പുള്ള വാച്ച് ആൻഡ് ബ്രേസ്ലെറ്റ് എല്ലാം. അത് രണ്ടും ഇട്ടതിന് ശേഷം ഞാൻ മുടി ചുമ്മാ വിരിച്ചാണ്ടിരിക്കുന്ന മുടി കെട്ടിയൊന്നും വെച്ചില്ല. അതിനുശേഷം ഒരു പ്രഹസനം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.